ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. നമ്മുടെ ഒരു വെജിറ്റബിളാണ്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ചുണ്ടങ്ങ എന്ന് പറയുന്ന ചുണ്ടയ്ക്ക. ഇതാണ് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. ഞാനിത് കുറേ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് കുറച്ച് ഇതേപോലെ അടർത്തി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അരകല്ലിലൊന്ന് ചതച്ചെടുത്ത് ഇതിൻ്റെ അരിയൊക്കെ ഒന്ന് കളയാം. നമുക്കിത് കുറച്ച് നമ്മുടെ അരകല്ലിലേക്ക് നമുക്ക് ചതച്ചെടുത്തതുപോലെ നന്നായിട്ട് ചതച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതേപോലെ ചതച്ച് നമുക്കിതെല്ലാം ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചുണ്ടയ്ക്ക തോരൻ വെക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി, ഞാനൊരു 5-6 കാന്താരിയാണ്, നല്ല എരിവുള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ശകലം ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കിതിനെ കടുക് താളിക്കാനായിട്ട് 2-3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ കുഞ്ഞുള്ളിയും 2-3 ചുവന്ന മുളകും എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്ന ചുണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചുണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് ഞാൻ ഇതിലേക്ക് 3-4 കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേകാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചുണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടി ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു. നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.